ഗുഡ് മോർണിംഗ്. ഇപ്പൊ 2 ദിവസം ക്ലാസ് ഉണ്ടായില്ലേ? നമ്മുടെ വ്യാഴാഴ്ച ടീച്ചർ ലീവ് എടുത്തു. പിന്നെ വെള്ളിയാഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നമ്മളെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് ലെവലില്, സ്റ്റേറ്റ് ലെവലില്, നാഷണൽ ലെവലിലൊക്കെ ഏജൻസീസ് ഉണ്ട്, ഫോറംസ് ഉണ്ട്. ഇനി അടുത്തതാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ ഏജൻസീസ്. കൺസ്യൂമേഴ്സിന്റെ ഇടയിലല്ല, കൺസ്യൂമേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും മാനസിക വിഷമം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡിസ്പ്യൂട്ട്, അവർക്ക് ബയേഴ്സ് സെല്ലേഴ്സിനോടുള്ളതോ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിനോടുള്ള അത് എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും എന്നുള്ളത് സെക്ഷൻ 9 അതിനെക്കുറിച്ച് പറയുന്നത്. ഡിസ്ട്രിക്ട് ലെവലിൽ അതിന് നമ്മുടെ ഡിസ്പ്യൂട്ടൊക്കെ അറിയിക്കാനായിട്ട് ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട്. സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ട്. നാഷണൽ ലെവലിൽ നാഷണൽ കമ്മീഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഏരിയ ഒക്കെ. ഇവിടെ നിന്നൊക്കെ വൺ വേർഡ് ഒക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയുന്നത് കൺസ്യൂമർ റിഡ്രസൽ ഫോറംസ്, അതായത് ഡിസ്ട്രിക്ട് ഫോറംസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടാവും? കേരളത്തിൽ 14 ഡിസ്ട്രിക്ട് ഉണ്ട്. അപ്പൊ കേരളത്തിൽ 14 district forums ഉണ്ട്. If necessary, the government can establish more than one district forum in a district. ഇനിയിപ്പോ ഒരു ഡിസ്ട്രിക്ട് ഭയങ്കര വലുതാവുക. ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് ഏതാണ്? മലപ്പുറം. ഏറ്റവും ചെറിയ ഡിസ്ട്രിക്ട് ഏതാണ്? ആലപ്പുഴ. അപ്പൊ വലിയ ഡിസ്ട്രിക്ട് ആവുമ്പോ അവർക്ക് ഒരെണ്ണം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഗവൺമെന്റ് ഒരെണ്ണം കൂടി അവിടെ ആഡ് ചെയ്യും. എന്ത് പറ്റിയും? അങ്ങനെ ഡിസ്ട്രിക്ട് ഫോറത്തില് ആരൊക്കെ ഉണ്ടാവുക? എന്താണ്? ഡിസ്ട്രിക്ട് ഫോറം കൺസിസ്റ്റ് ഓഫ് 3 persons. ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും. അയാൾ അങ്ങനെയുള്ള ആളായിരിക്കും, വെറുതെ ഒരാളെയല്ല കൊണ്ടുപോയിരുത്തുന്നത്. അയാൾക്ക് എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ വേണം? ഡിസ്ട്രിക്ട് ജഡ്ജ്. പിന്നെ 2 members who are persons of ability, integrity and standing. They should have adequate knowledge or experience of, or they should have shown capacity in dealing with the problems related to economics, law, commerce, accountancy, industry, public affairs or administration. ഇങ്ങനെയുള്ള, അപ്പൊ നമുക്കൊക്കെ പറ്റും, കൊമേഴ്സ് ഒക്കെ എടുത്താൽ പറ്റും. ഈ ഏരിയയിലുള്ള ഭയങ്കര നോളജ് ഉള്ളവര്, നല്ല സബ്ജക്റ്റ് നോളജ് ഉള്ളവര്, എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് മെമ്പേഴ്സ് ആകാം. അങ്ങനെ 2 പേരും, അങ്ങനെ 3 പേരാണുള്ളത്. ഈ 2 പേരിൽ ഒരാൾ 2 പേർക്കും സ്ത്രീകളാകാം. അതിൽ ഒരാൾ എന്തായാലും സ്ത്രീ ആയിരിക്കണം. അതാണ് അവിടെ കണ്ടീഷൻ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി അപ്പോയിന്റ്സ് ദ ഡിസ്ട്രിക്ട് ഫോറം. ഇപ്പൊ സെലക്ഷൻ കമ്മിറ്റി ആണ് ഡിസ്ട്രിക്ട് ഫോറം അപ്പോയിന്റ് ചെയ്യുന്നത്. അതിലുള്ള ആൾക്കാരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രസിഡന്റ് ഉണ്ടായിരിക്കും, സെക്രട്ടറി ഉണ്ടായിരിക്കും, സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡീലിംഗ് വിത്ത് കൺസ്യൂമർ അഫയേഴ്സ്. കൺസ്യൂമർ അഫയേഴ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. ഡിസ്ട്രിക്ട് ഫോറത്തിലെ മെമ്പേഴ്സിന്റെ ഓഫീസ് 5 കൊല്ലമാണ് കാലാവധി, ഓർ അപ് ടു 65 years ഓഫ് ഏജ്, വിച്ച് എവർ ഈസ് എർലിയർ. അല്ലെങ്കിൽ അവർക്ക് 65 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകണം. അതിലേതാണോ? നോ റീ അപ്പോയിന്റ്മെന്റ് ഈസ് അലൗഡ്. നീ കാലാവധി കഴിഞ്ഞ് പോയാളെ വീണ്ടും എടുക്കില്ല, വേറെ ആൾക്കാർ എടുക്കുള്ള. മെമ്പേഴ്സ് ഓഫ് ദി ഫോറം മേ റിസൈൻ ദെയർ ഓഫീസ് ഇൻ റൈറ്റിംഗ് ആൻഡ് അഡ്രസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്റെ കാലാവധി കഴിഞ്ഞ്, ഞാനാണ് ഒരു മെമ്പർ എന്ന് വെച്ചാൽ വുമൻ, അത് ഞാനാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകും? എന്റെ കാലാവധി കഴിയുമ്പോൾ ഇൻ റൈറ്റിംഗ് ഞാൻ എന്റെ കാലാവധി കഴിഞ്ഞു എന്നുള്ളത് റിസൈൻ ചെയ്ത് എഴുതി കൊടുക്കണം. അല്ല, അഡ്രസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ടു ആർക്കാ കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ്. ടീച്ചറുടെ മോളിൽ നിന്ന് ചിരിക്കുക ക്ലാസ് കേട്ടിട്ട്. അയ്യോ, നിങ്ങളുടെ മുന്നിലായിരുന്നെങ്കിൽ എന്ത് രസമായിട്ട് എടുക്കായിരുന്നു അല്ലേ? അങ്ങനെ റിസൈൻ ലെറ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേക്കൻസി അവിടെ വന്നു. വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളെ അപ്പോയിന്റ് ചെയ്യും. ജൂരിഡിക്ഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറം. ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ ജൂരിഡിക്ഷൻ ഏരിയ, അല്ലെങ്കിൽ അവർക്ക് അത് അവരുടെ പവേഴ്സ്, അതോറിറ്റി എന്തൊക്കെയുണ്ടെന്നൊക്കെ പറയില്ലേ, അതാണ്. District forum can entertain complaints in which the value of goods or services and compensation, if any, claimed does not exceed ₹20 lakh. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അതായത് ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങി, എനിക്ക് ഒരു 5-6 ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായി. എനിക്ക് എവിടേക്ക് എവിടേക്ക് കൊടുക്കണം? ഡിസ്ട്രിക്ട് ഫോറത്തിലേക്ക് കൊടുക്കണം കേട്ടോ. 20 ലക്ഷം വരെയുള്ള കാര്യങ്ങളുടെ ഡീലിങ്സ് ഒക്കെ നമ്മൾ എവിടെയാ കൊടുക്കേണ്ടത്? ഡിസ്ട്രിക്ട് ഫോറത്തിൽ.
where all the opposite parties are at one place, where district forum has a geographical jurisdiction over the following places. Geographical ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ഒരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവരൊക്കെ അവിടെ തന്നെ ഉള്ളവരായിരിക്കണം. വേർ വൺ ഓഫ് ദി ഓപ്പോസിറ്റ് പാർട്ടീസ് ഈസ് അറ്റ് വൺ പ്ലേസ്, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കണം. അറ്റ് ദ പ്ലേസ് ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ, കംപ്ലൈന്റ് ക്യാൻ ബി ഫയൽഡ് അറ്റ് ദ പ്ലേസ് വേർ ദ കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് എറോസ്. ഇപ്പൊ എറണാകുളത്ത് നിന്നാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് ബുദ്ധിമുട്ടായെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് എറണാകുളത്ത് കൊടുക്കാം. അങ്ങനെ. കൺസ്യൂമർ ക്യാൻ ലോഡ്ജ് എ കംപ്ലൈന്റ് വിത്ത് ഡിസ്ട്രിക്ട് ഫോറം. ഇനിയിപ്പോൾ ഒരു കൺസ്യൂമർക്ക് ഡിസ്ട്രിക്ട് ഫോറത്തിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദ ട്രേഡർ അഡോപ്റ്റഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഓർ വെറുതെ ഒരാളുടെ മേല് മെക്കെട്ട് കയറാൻ പറ്റില്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ട്രേഡർ എങ്ങനെയുള്ള ആളായിരിക്കേണ്ടതാണ്? ട്രേഡർ അഡാപ്റ്റ്സ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, അങ്ങനെ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഓർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ ഗുഡ്സ് ഡിഫക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള ഗുഡ്സ് സർവീസ് എന്തെങ്കിലും ഡെഫിഷ്യൻസി സംഭവിച്ചിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള ഗുഡ്സിന്റെ പ്രൈസ് വളരെ കൂടുതൽ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഹസാർഡ് ടു അവർ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, നമ്മുടെ ജീവന് ഭീഷണിയുള്ളതായിരിക്കണം. അതൊന്നും അവര് പറഞ്ഞില്ല. അവരോട് തന്നു, ചത്തുപോയ നമ്മളല്ല ചത്തുപോയ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? ഇനി അടുത്തത് പവേഴ്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറം. ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്? ഡിസ്ട്രിക്ട് ഫോറത്തിന് ഡിസ്പ്യൂട്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് ഫോറത്തിന് ചില പവേഴ്സ് എൻജോയ് ചെയ്യാം. 1908 സിവിൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചാണ് ആ എൻജോയ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പവേഴ്സ്? ഡിസ്ട്രിക്ട് ഫോറം ക്യാൻ സമ്മൺ ആൻഡ് എൻഫോഴ്സ് അറ്റൻഡൻസ് ഓഫ് എനി ഡിഫൻഡന്റ് ഓർ വിറ്റ്നസ് ആൻഡ് എക്സാമിൻ ദ വിറ്റ്നസ് ഓർ ഓത്ത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ട വശമൊന്നും ഡിസ്ട്രിക്ട് ഫോറം വിശ്വസിക്കില്ല. അവര് വിറ്റ്നസ്, അവര് വേണം, ഇവര് വേണം, അങ്ങനെയൊക്കെ ആയിട്ട്. Discover and produce any document or other material object which could be produced as an evidence. നമുക്ക് നമ്മളിത് വാങ്ങിയതാണെന്നുള്ളതിന് തെളിവായിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സ്, നമ്മൾ വാങ്ങിയതിന്റെ, നമ്മൾ ക്യാഷ് കൊടുത്തതിന്റെ റെസിപ്റ്റ്, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. റിസീവ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്, requisition reports of concerned analysis or test from laboratories or other relevant sources. ഇപ്പൊ മരുന്ന് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇതെങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കാം. ഇഷ്യൂ കമ്മീഷൻ ടു എക്സാമിൻ എനി വിറ്റ്നസ്, ഏതെങ്കിലും ഒരു വിറ്റ്നസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എക്സാമിൻ ചെയ്യും. ഡിസ്ട്രിക്ട് ഫോറം ക്യാൻ ഡീൽ വിത്ത് എനി അതർ മാറ്റർ പ്രിസ്ക്രൈബ്ഡ്, വേറെ ഏത് മാറ്റർ ഇതിനോടനുബന്ധിച്ചുള്ളതും നോക്കാനായിട്ട് ഡിസ്ട്രിക്ട് ഫോറത്തിന് സാധിക്കും. ഹു ക്യാൻ ഫയൽ കംപ്ലൈന്റ്? ആർക്കൊക്കെ ഡിസ്ട്രിക്ട് ഫോറത്തിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം? കൺസ്യൂമർ ടു ഹൂം ദ ഗുഡ്സ് ആർ സോൾഡ് ഓർ ഡെലിവേർഡ്. ഇപ്പൊ എനിക്കാണ് ഗുഡ്സ് തന്നിട്ടുള്ളത്, ഒരു അഗ്രി ടു ബി സോൾഡ്, എനിക്ക് വിൽക്കാമെന്ന് അഗ്രി ചെയ്തു, അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാമെന്ന് അഗ്രി ചെയ്തു, അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് അഗ്രി ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാം. എനി റെക്കഗ്നൈസ്ഡ് കൺസ്യൂമർ അസോസിയേഷൻ, നമ്മൾക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ അസോസിയേഷൻസോ one or more consumers കൂട്ടായിട്ട്, where there are numerous consumers have same interest, കുറച്ച് പേര് ഒരുമിച്ച് വാങ്ങി, അവർക്കൊക്കെ ആ കാലഘട്ടത്തിൽ വാങ്ങിയവർക്കൊക്കെ ബുദ്ധിമുട്ടായി. ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്കോ. എവറി കംപ്ലൈന്റ് ഷാൽ ബി അക്കമ്പനീഡ് വിത്ത് സച്ച് എ എമൗണ്ട് ഓഫ് ഫീ, കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഫീ കൊടുക്കണം. ആൻഡ് പേയബിൾ ഇൻ സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഡിസ്ട്രിക്ട് ഫോറം മേ ഓൺ റിസിപ്റ്റ് ഓഫ് ദ കംപ്ലൈന്റ് അലൗ ഇറ്റ് ടു ബി പ്രൊസീഡഡ് വിത്ത് ഓർ റിജക്റ്റഡ്. അവര് അത് അലൗ ചെയ്യുകയോ ചിലപ്പോൾ അത് പ്രൊസീഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ദ കംപ്ലൈന്റ് ഷാൽ നോട്ട് ബി റിജക്റ്റഡ് അൺലെസ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്. കംപ്ലൈന്റ് പെട്ടെന്ന് അങ്ങനെ റിജക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്, നമ്മൾക്ക് അത് കേൾക്കണം, എന്താന്നുള്ളത് കേൾക്കണം, രണ്ടു കൂട്ടരെന്നും കേൾക്കണം. അങ്ങനെ 21 days ഓഫ് ഇറ്റ്സ് റെസിപ്റ്റ്സിനുള്ളിൽ ചെയ്യണം. On its admission, the complaint shall not be transferred to any other court or tribunal or any other authority. In case of consumer cannot file the complaint due to ignorance, illiteracy or poverty, any recognized consumer association may file a complaint. ഞാനാണ് വാങ്ങിയിട്ടുള്ളത്, ഞാൻ ഇലിറ്ററേറ്റ് ആണ്, ഇഗ്നറന്റ് ആണ്, എനിക്ക് അറിയില്ല എങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നൊന്നും അറിയില്ല,
ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി അത് ഇങ്ങനത്തെ ഡിഫക്റ്റീവ് ആണ്, എന്റെ ലൈഫിന് ഒക്കെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്ത് അതൊക്കെ നഷ്ടപരിഹാരം കിട്ടുമെന്ന് എനിക്കറിയില്ല. പാവം. അങ്ങനത്തെ അവസരത്തിൽ എനിക്ക് വേണ്ടിയിട്ട് ആർക്ക് കംപ്ലൈന്റ് കൊടുക്കാം? ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് കൺസ്യൂമർ അസോസിയേഷന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ കംപ്ലൈന്റ് കൊടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഏരിയാസ് ആണ് കേട്ടോ. എക്സാമിന് വരുമോ വരില്ലേന്നല്ല, ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എക്സാമിന് വരുന്നല്ല. എക്സാം പോയിന്റിലല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ, പിന്നെ ഒരു കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങളോട് ചോദിക്കണേ, ഇന്ന സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ പറ്റി എനിക്ക്, ഞാൻ എന്താ ചെയ്യാന്ന് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അല്ലാതെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങൽ മാത്രല്ലല്ലോ നമ്മൾ പഠിക്കണേണ്ടത്. അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു പോയിന്റിലാണ് ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നു കേട്ടോ. അയ്യോ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആന്ന് പറഞ്ഞിട്ട് ഇത് പഠിച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ ഇത് എന്തിട്ടാ ടീച്ചർ പറഞ്ഞതൊന്നും പറയരുത് തന്നെ. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ മീനിങ് മനസ്സിലായില്ലേ? ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇനിയൊരു ചാപ്റ്ററും കൂടി ഉണ്ട്. വേഗം കഴിക്കണം. ഓക്കെ, താങ്ക് യു.